ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ ഡയമണ്ട് കട്ട്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ 6 നമ്പർ എന്നൊക്കെ പറയില്ലേ, അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നന്നായിരിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ആൾക്കാർ ഇത് ഉണ്ടാക്കണ്ടോയെന്ന് തന്നെ അറിയില്ല. ഇതെൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുക. അതിലൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. സൺഫ്ലവർ ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലോ വല്ലതും എടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിന് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഞാനിവിടെ മൊത്തത്തിൽ 9 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മാവിന് 6 ടേബിൾ സ്പൂൺ എന്ന കണക്ക് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 250 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പിൻ്റെ അളവ് വ്യത്യാസം വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരും. അപ്പോൾ പിന്നെ നമ്മൾ പാകത്തിന് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ടേബിൾ സ്പൂൺ കണക്കിന് ഒഴിച്ചു കൊടുത്താൽ മതി, അപ്പോൾ പാകമായിരിക്കും. വെള്ളം കുറച്ച് കൂടിപ്പോയാണെങ്കിൽ നമുക്ക് കുറച്ച് മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ പഞ്ചസാരയുടെ അളവിലും വ്യത്യാസം വരുത്തണം. ഞാൻ പറയുന്ന ഇതേ അളവെടുത്താണെങ്കിൽ കറക്റ്റായിട്ട് മാവ് പെർഫെക്റ്റായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ മാവ് ടൈറ്റായി കുഴച്ച ശേഷം ഒരു 10 മിനിറ്റ് അതിനെ അടച്ചു വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ അതിനെ എടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ കുഴയ്ക്കണം. നമ്മൾ പ്ലാറ്റ്ഫോം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ പ്ലാറ്റ്ഫോമിലിട്ട് കുഴയ്ക്കുന്നതാണ് കുറച്ചുകൂടെ സൗകര്യം. ഒരു 2 മിനിറ്റും കൂടെ കുഴച്ചെടുത്താൽ മതി അതിന്. അപ്പം തന്നെ മാവ് ചെറുതായിട്ടൊന്ന് നമ്മൾ ആദ്യം കുഴച്ച് വെച്ചതിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ മാവിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനെ മൈദയിൽ മുക്കിയിട്ട് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. കുറച്ച് തിന്നായിട്ട് പരത്തണം. അപ്പോഴാണ് കുറച്ച് ക്രിസ്പി ആയിട്ടും നന്നായിട്ടും ഉണ്ടാകുക ഡയമണ്ട് കട്ട്സ്. പരത്തി കഴിഞ്ഞിട്ട് ഇതിനെ ഒരു പിസ്സ കട്ടർ കൊണ്ടോ ഒരു കത്തി കൊണ്ടോ നമ്മളിതുപോലെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് നീളത്തിൽ ഇങ്ങനെ വരയുക, പിന്നെ ക്രോസിൽ വരയുക. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. ഈ സൈഡിലുള്ളതൊന്നും ചിലപ്പോൾ ഡയമണ്ട് ഷേപ്പ് വന്നോന്ന് വരില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് കട്ട് ചെയ്യുന്ന മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി മുകളിൽ ചെറുതായിട്ടൊന്ന് വെതറി കൊടുക്കുക. അപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ചിലർ ഈ മാവിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിനെ മഞ്ഞ കളർ ഡയമണ്ട് കട്ട്സ് ആക്കി എടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ അമ്മ വൈറ്റ് ഉണ്ടാക്കാറ്. ഇതുപോലെ ഈ മാവ് മുഴുവൻ നമ്മൾ പരത്തി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ പകുതി മാവ് ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്ത് അതിനെ വറുത്തെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതിനെ പിന്നെയും പരത്തി കട്ട് ചെയ്തെടുത്ത് വറുക്കുക. അങ്ങനെ 2 ബാച്ചായിട്ട് ചെയ്യാം. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം മാവിൻ്റെ നമ്മൾ അതിലിട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ അതായി എന്നർത്ഥം. ഈ ചൂടുള്ള എണ്ണയിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിനെ ചേർത്ത് കൊടുക്കണം. അത് വറക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇടുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുമോ എന്ന് വിചാരിക്കേണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഡയമണ്ട് കട്ട്സിനെ അതിലേക്ക് ഇടുക. എന്നിട്ട് അതിനെ ഫ്ലെയിം ചുരുക്കി വെക്കുക. മീഡിയമിൻ്റെയും ലോൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. ഒരു ക്രിസ്പ് ആകുമ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ആ ശബ്ദം കേൾക്കാൻ പറ്റും. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടാക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. പഞ്ചസാരയ്ക്ക് ഒരു കമ്പി പാകം വരണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കമ്പി പോലെ ഇങ്ങനെ വരും നടുക്ക്. അതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. കമ്പിപ്പാകം വന്ന ശേഷം ഒരു 10-15 സെക്കൻഡും കൂടെ നമ്മൾ ഷുഗർ സിറപ്പിനെ തിളപ്പിച്ചിട്ട് അതിനെ നമ്മൾ ഈ ഡയമണ്ട് കട്ട്സിലേക്ക് ചേർത്തി മിക്സ് ചെയ്യും. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതിനെ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഡയമണ്ട് കട്ട്സ് എടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര പാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്യണം. ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ്. പതുക്കെ ഇളക്കിയിട്ടില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇങ്ങനെ
ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ആ ഡയമണ്ട് കട്ട്സിൻ്റെ മുകളിലും ഈ പാവ ഒന്ന് കോട്ടിങ് വരണം. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡയമണ്ട് കട്ട്സും അതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ ഈ പഞ്ചസാര പാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പക്ഷേ ഇനിയിപ്പോൾ ഈ പാത്രം ചെറുതായതുകൊണ്ട് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുലുക്കിയിട്ടൊക്കെയാണ് ഞാൻ ഒരുവിധം ചെയ്തത്. ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് അതിനെ മാറ്റി ഇളക്കാൻ സൗകര്യത്തിന്. കുറേ പാത്രം എടുക്കുമ്പോൾ എല്ലാം കഴുകാൻ നിൽക്കണ്ടേ എന്നുള്ളത് മടിച്ചിട്ട് ഞാൻ ഉള്ളതിൽ ഒപ്പിക്കാൻ നോക്കിയാണ്, നടന്നില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പഞ്ചസാര പാവെല്ലാം ഉറച്ച് കിട്ടും. ഈ ഡയമണ്ട് കട്ട്സ് നമ്മൾ വറുത്തെടുത്തത് കുറച്ച് ആറിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ പഞ്ചസാര പാവ് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അപ്പോഴേ അത് കോട്ടാവുള്ളൂ. 1 കപ്പ് മാവിന് 3/4 കപ്പ് പഞ്ചസാരയൊക്കെ എടുക്കാട്ടുള്ളൂ, കൂടുതലൊന്നും ആവില്ല. അപ്പോൾ എപ്പോഴും പറയും പോലെ ഇഷ്ടമായ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.